ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആകെ മൊത്തം നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ അറിയാം, ഇറാൻ US കോൺഫ്ലിക്റ്റ് കുറച്ച് പ്രശ്നങ്ങളായിട്ട് വരുന്നു. ഹോർമൂസ് പാസേജിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ US ശ്രമിക്കുന്നുണ്ട്, ഇറാൻ അത് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 110 പോയിന്റ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാണ്. ആൻഡ് S&P 500 ആൻഡ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിലാണ്. അല്ലെങ്കിൽ S&P 500 60 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുമ്പോഴത്തേക്കും ഒരു ഫ്ലാറ്റ് രീതിയിലാണ് പലതും ക്ലോസ് ചെയ്തിരിക്കുന്നത്. FTSE 1 പോയിന്റ്, CAC 12 പോയിന്റ്സ് ആൻഡ് DAX 47 പോയിന്റ്സ് ടോട്ടലി ഫ്ലാറ്റ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് നമുക്ക് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 24,046 അതാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. 172 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നത്. സോ എന്തായാലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്കാണ് നീങ്ങുന്നത്. എന്തായാലും ഒരു 150 എബോവ് പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗൺ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ആൻഡ് നിക്കി നോക്കുകയാണെങ്കിൽ 42 പോയിന്റ്സ് ഡൗൺ ആണ്. സ്ട്രേറ്റ് ടൈംസ് 35 പോയിന്റ്സ് ഡൗൺ ആണ്. ഹാങ്സങ് 286 പോയിന്റ്സ് ഡൗൺ ആണ്. തായ്വാൻ വെയിറ്റഡ് 700 പോയിന്റ് ഡൗൺ ആണ്. കോസ്പി മാത്രമാണ് ലൈറ്റ്ലി ഒരു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നത് 56 പോയിന്റ്സിൽ. സോ നമുക്കറിയാം, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിൻ്റെ എഫക്റ്റ് മാർക്കറ്റിലുണ്ടാവും. അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിഫ്റ്റി നമ്മൾ ഇന്നലെ വരച്ച ലെവൽസിനെ അതേപോലെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കെല്ലാം കാണാം. നമ്മുടെ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ചെയ്ത മാർക്കറ്റ് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്നലെ അവിടെ നിന്നും നല്ല രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് പോയി എന്നുള്ളതാണ്. സോ അവിടെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നത്. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ചെയ്ത ശേഷം ഒരു ചെറിയ പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തു. സോ അതൊരു സ്ട്രെങ്ത്തിൻ്റെ സൂചനയായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് നമ്മൾ ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവലിൻ്റെ അതേ അടുത്ത് തന്നെ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടു. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുണ്ടായത്. സോ എന്താണ് ലെവൽസ് വരച്ചിടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്കറിയാം. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇത് കിട്ടും. അതായത് ഗ്യാപ് ഡൗൺ ചെയ്ത ശേഷം നമ്മുടെ ലെവൽസ് അതൊരു പ്രധാന റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വേറെ റെസിസ്റ്റൻസ് സോണിലാണ് കൺസോൾട്ടേഷൻ ചെയ്തത്. സോ അതാണ് ഒരു സ്ട്രെങ്ത്തിൻ്റെ സൂചന എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നും മാറ്റുന്നില്ല. ഇന്നത്തെ ലെവൽസ് ഇതേപോലെ ഞാൻ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം. മാർക്കറ്റ് ഇന്ന് എന്തായാലും ഗ്യാപ് ഡൗൺ ആയിരിക്കും. സോ ഇതൊരു ലിക്വിഡിറ്റി ഹണ്ട് ഇവിടെ നടക്കും. ആൻഡ് ഇന്ന് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് 24,000 എന്നുള്ള ഈ ഏരിയയാണ്. ഈ ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നോക്കിക്കാണാം. ഗ്യാപ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് ഈ സോൺസിൻ്റെ ഉള്ളിൽ നിന്നും തിരിച്ച് റിവേഴ്സൽ അടിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ഇതേപോലെ ഗ്യാപ് ഡൗണിന് ശേഷം മാർക്കറ്റ് റിവേഴ്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബയേഴ്സ് കോൺഫിഡൻ്റ് ആണ്. ആൻഡ് ഒരു സ്ട്രെങ്ത്തിൻ്റെ സൂചന നമുക്ക് കിട്ടും. ഓക്കെ, സൈക്കോളജിക്കലി ഒരു സ്ട്രെങ്ത് ഉണ്ടെന്നുള്ള സൂചന കിട്ടും. ഇവിടെ ഇന്നലെ നടന്ന ഗെയിം നമുക്കറിയാം. അതേപോലെ മാർക്കറ്റ് ഇന്ന് ഈ ഒരു സോണിൽ നിന്ന് റിവേഴ്സൽ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളൊരു സൂചനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, സോ ആ ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് മനസ്സിൽ വെച്ച ശേഷം ഇന്ന് ട്രേഡിനെ സമീപിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസസ് ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വളരെ മോർണിംഗ് ടൈം ആക്റ്റീവ് അല്ല. സോ തൽക്കാലം നിങ്ങൾ മോർണിംഗ് ടൈമും കൂടെ ആക്റ്റീവ് ആവുക. ഇതൊന്നും വലിയ സമയമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ സെൻറ്റം ഇലക്ട്രോണിക്സ് ഞാൻ ഇന്നലെ ബൈ ചെയ്ത സമയത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. സെൻറ്റം ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരുപാട് സ്റ്റോക്സ് റിസൾട്ട് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ അപ്ഡേറ്റുകൾ ഇടുന്നുണ്ട്. സോ നിങ്ങളിൽ പലരും മാർക്കറ്റ് ടൈം ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ഇതൊന്നും വായിച്ച് നോക്കാറുമില്ല. സോ അത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോസ് ഉണ്ടാവുന്നു, ബാക്കി എല്ലാവരും പ്രോഫിറ്റുകൾ എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് ലോസ് ഉണ്ടാവുന്നു. എന്താണ് അവർ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, അവർ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. റാൻഡമായിട്ട് ട്രേഡുകൾ എടുക്കുന്നു, ലോസ് വരുത്തുന്നു. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നിങ്ങൾ പ്രോഫിറ്റ് വേണം എന്ന് മാത്രം ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലുള്ള അപ്ഡേറ്റുകൾ ഗ്രൂപ്പിലിടുന്നത്. അതൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. എന്താണ് മാർക്കറ്റിൽ നടക്കുന്ന, കമ്പനികളിൽ നടക്കുന്നത്, ബിസിനസ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ റാൻഡം ട്രേഡുകൾ എടുക്കും, നിങ്ങൾ ലോസിലാവും, സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജോയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂടെ വാട്സാപ്പ് ചാനലും കൂടെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്ന് പറയുന്നത് റിസൾട്ടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. ഇന്ന് റിസൾട്ട് L&T വന്നിട്ടുണ്ട്. ടാറ്റ എലക്സി, ആനന്ദ് രഥി ആൻഡ് ആദിത്യ ബിർള മണി, അങ്ങനെ പല സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. സോ ഇത് എല്ലാവരും ശ്രദ്ധിച്ചേക്കുക. ആൻഡ് HCL ടെക്നോളജീസിൻ്റെ റിസൾട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ്, റവന്യൂ, എബിറ്റ് എല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് പോയിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,843 കോടിയിൽ നിന്ന് 4,624 കോടിയിലേക്ക് പോയി. റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നുവോക്കയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് ബയോകോണിലൊരു മൈലൻ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞ ഇത് സെല്ല് ചെയ്യുന്നുണ്ട്. മോസ്റ്റ്ലി 378.50 കോടിയൊക്കെയാണ് സെല്ല് ചെയ്യുന്നത്, 50 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്. സോ ഒരു സെല്ലിംഗ് പ്രഷർ ബയോകോണിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ പ്രധാനപ്പെട്ട ന്യൂസസ് എന്ന് പറയുന്ന ഒരു സൂവേജ് പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് EMSന് 105 കോടിയുടെ ഒരു ലോവസ്റ്റ് ബിഡർ ആയിട്ട് വന്നിട്ടുണ്ട്. UPയിലാണ്. ജയിൽ നിഗം അർബൻ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് വാരണാസിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ന്യൂസസ് ഒക്കെ ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ബട്ടർഫ്ലൈ ഗാന്ധിമതി അപ്ലയൻസിന് ഒരു പേറ്റന്റ് ഇട്ടിട്ടുണ്ട്. ഇംപ്രൊവൈസ്ഡ് സേഫ്റ്റി നോബ് ഫോർ ഗ്യാസ് കുക്ക് ടോപ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ബാക്കി സ്റ്റോക്സ് ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് ഓണാവട്ടെ. ഇന്ന് എന്തായാലും സെല്ലിംഗ് പ്രഷർ നേടിയല്ലേ. ഞാൻ എടുത്ത എൻട്രീസ് എല്ലാം അതേപോലെയൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്കത് ലൈവ് മാർക്കറ്റിലും ടെലിഗ്രാം ചാനലിൽ ഞാൻ ബാക്കി സ്റ്റോക്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.